ഗുരുവായൂരപ്പൻ്റെ ഭക്തരെല്ലാവരും തന്നെ ഭക്തിയോടെ കാത്തിരിക്കുന്ന സ്വർഗവാതിൽ ഏകാദശി അങ്ങനെ എത്തിയിരിക്കുകയാണ്. വ്രതങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഏകാദശികളിൽ ഏറ്റവും പ്രമുഖമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. അന്നേ ദിവസം വ്രതാനുഷ്ഠിച്ച് ഭഗവാനെ ഭജിക്കുന്നത് മോക്ഷത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ഇത് വൈകുണ്ഠ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഈ ഏകാദശി ദിനത്തിൽ ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നൊരു വിശ്വാസമുണ്ട്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യം എന്നാണ് വിശ്വാസം. അങ്ങനെ 2025 വർഷം ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി നമ്മൾ എങ്ങനെ നോക്കാമെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും സംശയമുണ്ട്. കലണ്ടറുകളിൽ നോക്കുമ്പോൾ പലർക്കും വലിയ സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഏകാദശി വ്രതം എടുക്കേണ്ടത് ഡിസംബർ 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണണേ. അതുപോലെ തന്നെ ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. എല്ലാവരുടെയും ഒരു സംശയമാണ് 30-ാം തീയതിയാണോ അതോ 31-ാം തീയതിയാണോ ഏകാദശി എന്ന്. അപ്പോൾ ചില ക്ഷേത്രങ്ങളൊക്കെ 30-ാം തീയതി ആചരിക്കുന്നവരുണ്ട്, 31-ാം തീയതി ആചരിക്കുന്നവരും കാണുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് കേരളീയ ജ്യോതിഷ പ്രകാരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 31-ാം തീയതിയാണ് കേട്ടോ സ്വർഗവാതിൽ ഏകാദശി വ്രതം നോറ്റ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. 30-ാം തീയതി അല്ല വ്രതം കൈക്കൊള്ളേണ്ടത്, ഡിസംബർ 31-ാം തീയതിയാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏകാദശി എന്ന് പറയുമ്പോൾ 3 ദിവസമായിട്ടാണ്: ദശമി, ഏകാദശി, ദ്വാദശി. അപ്പം നിങ്ങൾ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ ഏകാദശി എന്ന തിഥി കാണിക്കുന്നില്ല. ദശമിയോടും ദ്വാദശിയോടും ചേർന്ന് രണ്ടിനോടും ചേർന്നാണ് ഈ പറഞ്ഞ ഏകാദശി തിഥി വന്നു പോകുന്നത്. അതുകൊണ്ട് ദശമി കഴിഞ്ഞ് നേരെ ദ്വാദശിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഏകാദശിയുടെ സ്പർശം ദശമിയോടും ദശമിയുടെ സ്പർശം ദ്വാദശിയോടും നിന്നും വരുന്ന ഒരു സമയത്താണ് നമ്മുടെ ഹൈന്ദവ സങ്കല്പം പ്രകാരം എല്ലാ രീതിയിലും ഏകാദശിയോടും ദ്വാദശിയോടും ചേർന്ന് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ രണ്ടിനോടും ചേർന്ന് വരുന്ന സമയത്താണ് ശരിക്കും ആചരിക്കേണ്ടത്. അസുരഗണ ശക്തി കൂടിയുള്ള ഏകാദശിയാണ് ദശമിയോട് ചേർന്ന് വരുന്ന ഏകാദശി. അപ്പോൾ 30-ാം തീയതിയാണ് നിങ്ങൾ ഏകാദശി ആചരിക്കുന്നത് എങ്കിൽ അത് പൊതുവെ അത്ര നല്ലതല്ല. ഏകാദശി ദശമിയായിട്ട് ചേർന്ന് വരുന്ന 30-ാം തീയതി ആചരിക്കാൻ പാടില്ല. ഏകാദശി ഒരിക്കലും ദശമിയോട് ചേർന്ന് വരുന്നത് ആചരിക്കാൻ പാടില്ല കേട്ടോ. ദശമിയോട് ചേർന്ന് വരുന്ന ഏകാദശി തീയതി ആയിട്ടുള്ള 31-ാം തീയതി വേണം നിങ്ങൾ ആചരിക്കേണ്ടത്. 31-ാം തീയതിയാണ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ ഇവിടെ എല്ലായിടത്തും 31-ാം തീയതിയാണ് ആചരിക്കുന്നത്. ഈ ഏകാദശിയെ സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ദിവസം വൈകുണ്ഠം തുറക്കപ്പെടുന്നു എന്ന വിശ്വാസമാണ്. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രത്യേക ദർശനങ്ങൾ നടക്കുന്നു. ചില ക്ഷേത്രങ്ങൾ സ്വർഗവാതിൽ എന്ന പ്രത്യേക വാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകാറുണ്ട്. ആ വാതിലിലൂടെ കടന്ന് ദർശനം ചെയ്യുന്നത് തന്നെ വൈകുണ്ഠ ദർശനത്തിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി എടുത്താലുള്ള ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ. നമുക്ക് ദാരിദ്ര്യമോചനം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഉദ്ദിഷ്ടകാര്യ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ശാപമോക്ഷം, നമ്മുടെ ഏത് ജന്മത്തിൽ, നമ്മുടെ ഈ മുൻ ജന്മത്തിലാണെങ്കിലും നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ മാറാനായിട്ട് ഈ ഒരു ഏകാദശി വ്രതം എടുക്കുന്നത് അത്രയേറെ നല്ലതാണ്. അപ്പോൾ വ്രതം എടുക്കാൻ സാധിക്കുന്നവർ വ്രതം എടുക്കുക. 31-ാം തീയതിയാണ് പൂർണ്ണമായിട്ട് നമ്മൾ ഏകാദശി വ്രതം ആചരിക്കുന്നത്. 30-ാം തീയതി നമ്മൾ ഉച്ച കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഏകാദശി വ്രതം എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. 30-ാം തീയതിത്തെ കാര്യമാണ് പറയുന്നത്. കുളിച്ച് ശുദ്ധമായിട്ട് ഭഗവത് ചിന്തകൾ മനസ്സിൽ വെച്ചിട്ട് പറ്റുമെങ്കിൽ വൈകിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് തൊഴുത് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കണമൊക്കെ നല്ലതാണ്. പോവാൻ പറ്റാത്തവർ സന്ധ്യാവിളക്ക് കത്തിച്ച് മഹാവിഷ്ണുവിൻ്റെ അറിയാവുന്ന നാമങ്ങൾ, ഓം നമോ നാരായണായ നാമങ്ങളോ ഓം നമോ ഭഗവതി വാസുദേവായ, നിങ്ങൾക്ക് പറ്റുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് അന്നേ ദിവസം വൈകിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സോ ജ്യൂസോ കരിക്കോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അന്നേ ദിവസം വ്രതം സ്റ്റാർട്ട് ചെയ്യാം. ഭഗവാനോട് നല്ല രീതിയിൽ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 30-ാം തീയതി തലേ ദിവസം ഞാൻ സ്വർഗവാതിൽ ഏകാദശി വ്രതം നോക്കാൻ പോവുകയാണ്. ഈ വ്രതം നല്ല രീതിയിൽ എനിക്ക് പൂർത്തിയാക്കണം, എൻ്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഭഗവാൻ സാധിച്ചു തരണം എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. പൂർണ്ണ ഉപവാസം ഇരിക്കാൻ
പറ്റുന്നവർക്ക് ചെയ്യാം, പക്ഷെ ഒരിക്കലും പൂർണ്ണ ഉപവാസം എടുക്കാൻ പറയില്ല. ചിലവർ പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കുന്നുണ്ട്, വെള്ളം കുടിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്, അന്ന് ഒന്നും കുടിക്കാതെ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ വ്രതം എടുത്താൽ മതി. പറ്റാത്തവർ ലഘുവായിട്ട് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയോ കരിക്കോ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്ക് വ്രതം എടുക്കാം കേട്ടോ. അന്നേ ദിവസം നമുക്ക് ഊണ് കഴിക്കാൻ പാടില്ല. അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ലഘുവായിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാം. തീരെ പറ്റാത്തവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കുറച്ച് കഴിക്കാം. അതുപോലെ ഉള്ളി, പപ്പടം, ഉഴുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. പുളിയുള്ള ആഹാരങ്ങളും പരമാവധി ഒഴിവാക്കുക. വയറ് നിറയെ കഴിക്കരുത്, കുറച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് തീരെ പറ്റാത്തവർക്ക് അങ്ങനെ വ്രതം എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സ്വർഗ്ഗവാതിൽ ഏകാദശിയാണ്. നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അതുപോലെ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രം ദർശിക്കാൻ പറ്റുമെങ്കിൽ അത്രയേറെ ഭാഗ്യം വേറെ ഒന്നുമില്ല കേട്ടോ. അന്നേ ദിവസം പറ്റുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക. അന്നേ ദിവസം ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അത്ര പുണ്യമാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വ്രതത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും രാവിലെ തീർത്ഥം അമ്പലത്തിൽ നിന്ന് സേവിക്കാൻ പാടില്ല. അതായത് ഏകാദശിയുടെ അന്നത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് വ്രതത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തീർത്ഥം സേവിക്കാൻ പാടില്ല. വ്രതം എടുക്കാത്തവരാണെങ്കിൽ അന്നേ ദിവസം തൊഴുന്നത് നല്ലതാണ്. അന്നേ ദിവസം ഭഗവാനെ കണ്ട് നല്ല രീതിയിൽ തൊഴുത് ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി ഭഗവാൻ എന്തെങ്കിലും വഴിപാടുകളൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ അന്നേ ദിവസം അത്രയേറെ പുണ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഏകാദശി വ്രതം എടുത്തവർ അന്നേ ദിവസം അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർ നമ്മളെ വീട്ടിലെ ബ്രഹ്മമുഹൂർത്തിൽ തന്നെ എഴുന്നേൽക്കാൻ നോക്കുക. എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭഗവാനെ ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ നമുക്ക് അറിയുന്ന നാമങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് ഈശ്വരനോട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ വൈകുന്നേരവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പറ്റുന്നവർ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രം വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി ദിവസം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ അരിയാഹാരം ഒഴിവാക്കണം. പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ചെറിയ ധാന്യങ്ങൾ, മില്ലറ്റ്സ്, അങ്ങനെ അതുപോലെ തന്നെ നേരത്തെ പറയണം ഉഴുന്ന്, പപ്പടം, അങ്ങനെയുള്ള ധാന്യങ്ങൾ അന്നേ ദിവസം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഏകാദശി ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഡിസംബർ 30 രാത്രി 10:12 മുതൽ ഡിസംബർ 31 രാവിലെ 10:12 വരെയാണ്. അപ്പോൾ 12 മണിക്കൂറുള്ള സമയമാണ്. ഈ സമയത്താണ് ഭഗവാന്റെ നാമങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചൊല്ലേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് പാരണ വീടുന്ന സമയം, വ്രതം അവസാനിപ്പിക്കേണ്ട സമയം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വ്രതം അവസാനിപ്പിക്കേണ്ട സമയത്ത് തുളസി തീർത്ഥം കുടിച്ചിട്ട് വേണം നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുവാണെങ്കിൽ അവിടുന്ന് തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ പാരണ സമയം നമ്മളിപ്പോൾ 31 വ്രതം എടുക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്തിനകത്ത് ഞാൻ പറയണേ, ജനുവരി 1 രാവിലെ 7:14 മുതൽ 9:18 വരെയുള്ള സമയത്താണ് നമ്മൾ പാരണ വീടേണ്ടത്. അതല്ല ഡിസംബർ 30 നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ പാരണ വീടേണ്ടത് ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:31 മുതൽ 1:48 വരെയുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പ്രത്യേകം പറയുകയാണ്, 31 നല്ല രീതിയിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രവും നമ്മൾ പറഞ്ഞല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും അന്നേ ദിവസമാണ് വ്രതം എടുക്കേണ്ടത്. 31 ശരിക്കുള്ള ഏകാദശി വ്രതം എടുക്കേണ്ടത്. അപ്പോൾ അന്നത്തെ ഒരു സമയമാണ് കൃത്യമായിട്ട് പറയണത്. ജനുവരി 1 രാവിലെ 7:14 മുതൽ 9:18 വരെയുള്ള സമയമാണ് പാരണ വീട്. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾ പാരണ വീടാൻ ശ്രമിക്കുക. ഏകാദശി ദിവസം നിങ്ങൾക്ക് അറിയുന്ന ഏത് നാമവും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, വിഷ്ണു സഹസ്രനാമം, നമുക്ക് അറിയാവുന്ന ഭഗവാന്റെ ഏത് നാമങ്ങളും അന്നേ ദിവസം ചൊല്ലാവുന്നതാണ്. അന്നേ ദിവസം തുളസിക്ക് ജലം സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുന്നതും നല്ലതാണ്. പിന്നെ അതുപോലെ സന്ധ്യാസമയത്ത് തുളസിക്ക് നെയ്ദീപം സമർപ്പിക്കുന്നതും നല്ലതാണ്. നമുക്കറിയാവുന്നതാണ് ഏകാദശിയുടെ അന്ന് നമുക്ക് തുളസിയില പറിക്കാൻ പാടില്ല. അപ്പോൾ ഏകാദശിയുടെ തലേ ദിവസം തന്നെ നമ്മൾ
ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസിയില പറിക്കാൻ പാടില്ല. അപ്പോൾ പൂജയ്ക്ക് ആവശ്യമുള്ള തുളസിയില നമ്മൾ തലേ ദിവസം തന്നെ പറിച്ചു വെക്കണം. ഇന്നേ ദിവസം നല്ല കാര്യങ്ങൾ മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക കേട്ടോ. പ്രത്യേകം നോൺ വെജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അന്നേ ദിവസം നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാനോ അതുപോലെ തന്നെ മത്സ്യമാംസാദികളോ അത് പിന്നെ ലഹരി വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മുടി വെട്ടാൻ പാടില്ല. ഇന്നേ ദിവസങ്ങളിൽ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ദ്വാദശി ദിവസം പാർണ വീടിയതിന് ശേഷം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുണ്ഠ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഒരു നല്ല തിരക്കായിരിക്കും. കാരണം അറിയാലോ, ക്ഷേത്രത്തിലെ മുൻവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് ഉത്തരവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ അതുപോലെ തന്നെ ജനുവരി 1-ാം തീയതി അമ്പലത്തിൽ പോവാം. രാവിലെ ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാനെ കണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ച് അന്നേ ദിവസം നമ്മൾ പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അവിടെ ചെന്നിട്ട് നമ്മൾ ഭഗവാന്റെ അവിടെ നിന്ന് നമ്മൾ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഭഗവാനോട് നമ്മൾ നന്ദി പറയണം. അന്നേ ദിവസം വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 30-ാം തീയതി വീട്ടിൽ വൈകുന്നേരം നിങ്ങൾ ഉറപ്പായിട്ടും വിളക്ക് തെളിയിക്കണം കേട്ടോ. നാരായണനാമം അറിയുന്ന രീതിയിൽ ചൊല്ലുക. ഭഗവാനോട് മനമുരുകി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു നേദ്യം അന്നേ ദിവസം സമർപ്പിക്കുക. പറ്റുന്ന രീതിയിൽ പാൽപ്പായസമോ അല്ലെങ്കിൽ കൂട്ടുപായസമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പാലോ പഴമോ എന്തെങ്കിലും ഭഗവാന്റെ മുന്നിൽ വിളക്കിന് മുന്നിൽ സമർപ്പിക്കുക. വിളക്കിന് മുന്നിൽ നല്ല രീതിയിൽ തൊഴുക. 31-ാം തീയതി രാവിലെ, അതായത് സ്വർഗ്ഗവാതിൽ വൈകുണ്ഠ ഏകാദശി ദിവസം രാവിലെ വിളക്ക് കത്തിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വിളക്ക് കത്തിക്കാൻ നോക്കുക കേട്ടോ. അതിപ്പോൾ വ്രതം എടുത്തവരാണെങ്കിലും വ്രതം എടുക്കാത്തവരാണെങ്കിലും ആ സമയത്ത് തന്നെ ഒന്ന് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. ആ സമയത്തും ഭഗവാന് എന്തെങ്കിലും നേദ്യങ്ങൾ സമർപ്പിക്കാൻ നോക്കുക കേട്ടോ. 31-ാം തീയതി വൈകുന്നേരവും നമ്മൾ വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. 1-ാം തീയതി രാവിലെ ഭഗവാനെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് ഭഗവാനെ തൊഴുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്രതം നോറ്റ ആ ഒരു ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഏകാദശി ദിവസം വ്രതം എടുക്കുന്നവർ ഒരിക്കലും പകലുറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അന്നേ ദിവസം. പിന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അന്നേ ദിവസം ധരിക്കാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഏകാദശി വ്രതം എന്ന് പറയുന്നത് പട്ടിണി കിടക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വ്രതം എടുക്കാനായിട്ട്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ പറ്റുന്ന രീതിയിൽ മാത്രം വ്രതം എടുത്താൽ മതി. ലഘുവായിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം കേട്ടോ. അങ്ങനെ ഈ പുണ്യദിനം എല്ലാവർക്കും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും ആത്മീയ ഉന്നതിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ നന്ദന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.